ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നാം ആയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം ആവോളം അനുഭവിച്ചറിഞ്ഞ് കുടുംബത്തിലായിരിക്കുന്നവർക്കും സഹജീവികൾക്കും പകർന്നു കൊടുത്ത് യേശു ജീവിക്കുന്നു എന്ന് നമ്മൾ സാക്ഷ്യം വയ്ക്കുകയാണ് ചെയ്യുക. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ 13-ാം അധ്യായം 35-ാം തിരുവചനം ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോ മിശിഹ പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു പുതിയ കൽപ്പന നൽകുന്നു. ഒരു പുതിയ കൽപ്പന. മോശ വഴി ലഭിച്ച കൽപ്പനകളുണ്ട്. അതിൽ 613 കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ 10 കൽപ്പനകളാണ് ശ്രദ്ധിക്കുക. എന്നാൽ അതിന് പിരിവുകളായിട്ട് യഹൂദജനം 613 പാവങ്ങളെക്കുറിച്ച് കാണുകയാണ്. ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും. സഹോദരങ്ങളെ, ഇവിടെ മിശിഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഒരു പുതിയ കൽപ്പന നിങ്ങൾക്ക് ഞാൻ തരികയാണ്. എന്ന് പറഞ്ഞാൽ പഴയത് എല്ലാം മാറ്റിവെക്കുക എന്നുള്ളതല്ല, കൂടെ ചേർന്ന് പോകേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു കൽപ്പനയാണ് അവിടുന്ന് പറഞ്ഞു വെക്കുക. അവിടുന്ന് പറയുകയാണ്, ഞാൻ പുതിയ ഒരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ നിങ്ങളെ എപ്രകാരം സ്നേഹിച്ചുവോ അതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ അതുമൂലം നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് എല്ലാവരും അറിയും. അപ്പോൾ ഈശോ മിശിഹായെ അനുധാവനം ചെയ്യുന്ന ദൈവമക്കളാണെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടായിരിക്കും. ഏത് കൂട്ടായ്മയിലും സ്നേഹമാണ് മുന്നിൽ നിൽക്കേണ്ടത്. കുറവുകളെ പരിഹരിക്കുവാനും കരുണ കാണിക്കുവാനും ചേർത്ത് പിടിക്കുവാനും ഈശോയുടെ കൽപ്പന നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ നമുക്കത് പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യാം. ത്രിയേക ദൈവം നമ്മളെവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.